അവന്തിപ്പൂരിലെ പുരാതനമായ ക്ഷേത്രാവശിഷ്ടങ്ങളിൽ നിന്ന് പഹൽഗാമിലെ മനോഹരമായ താഴ്വരയിലേക്കുള്ള യാത്ര കേവലം ഒരു ദൂരമല്ല, മറിച്ച് ചരിത്രത്തിലൂടെയും പ്രകൃതിയുടെ വശ്യതയിലൂടെയുമുള്ള ഒരു സഞ്ചാരമാണ്. അവന്തിപ്പൂർ മുതൽ പഹൽഗാം വരെയുള്ള യാത്രയിൽ ഒത്തിരിയേറെ മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. യാത്ര തുടങ്ങുന്നത് 9-ാം നൂറ്റാണ്ടിലെ കാശ്മീരിൻ്റെ പ്രതാപം വിളിച്ചോതുന്ന അവന്തിപ്പൂർ ക്ഷേത്രങ്ങളിൽ നിന്നാണ്. രാജ അവന്തിവർമ്മൻ നിർമ്മിച്ച ഈ ക്ഷേത്രാവശിഷ്ടങ്ങൾ കാലത്തെ അതിജീവിച്ച കല്ലുകളിൽ കൊത്തിവെച്ച കവിതകൾ പോലെ ഇന്നും നിലകൊള്ളുന്നുണ്ട്. അവിടെയുള്ള ഓരോ തൂണും കാശ്മീരിൻ്റെ സമ്പന്നമായ ഹൈന്ദവ വാസ്തുവിദ്യയുടെയും സംസ്കാരത്തിൻ്റെയും കഥകൾ നമ്മോട് മന്ത്രിക്കുന്നു. യാത്ര പഹൽഗാമിലേക്ക് നീങ്ങുന്തോറും വഴിയോരങ്ങളിലെ കാഴ്ചകൾ നമ്മെ വിസ്മയിപ്പിക്കും. ലോകപ്രശസ്തമായ പാംപൂർ മേഖലയിലെ കുങ്കുമപ്പാടങ്ങൾ ഒരു പ്രത്യേക അനുഭൂതിയാണ്. സീസണിലാണെങ്കിൽ ആ പാടങ്ങളുടെ ഭംഗി വർണ്ണനാതീതമാണ്. ലീഡർ നദിയുടെ സാമീപ്യം യാത്രയിലുടനീളം തണുപ്പും സംഗീതവും നിറയ്ക്കുന്നു. പഹൽഗാമിലേക്കുള്ള വഴിയിൽ നമ്മെ പിരിയാതെ പിന്തുടരുന്ന സുഹൃത്താണ് ലീഡർ നദി. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നുരഞ്ഞ് പായുന്ന ആ തെളിനീർ പ്രവാഹം കാണുമ്പോൾ മനസ്സിനു ലഭിക്കുന്ന ശാന്തത ഒന്ന് വേറെ തന്നെയാണ്. പൈൻ മരങ്ങൾ നിറഞ്ഞ കാടുകൾക്കിടയിലൂടെയുള്ള ആ യാത്ര കാശ്മീരിനെ ഭൂമിയുടെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. അവസാനം പഹൽഗാമിലെത്തുമ്പോൾ ചുറ്റുമുള്ള മഞ്ഞുമൂടിയ മലനിരകളും പച്ചപ്പ് നമ്മെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കും. ബീതാബ് വാലിയും അരു വാലിയും പ്രകൃതിയുടെ ക്യാൻവാസ് പോലെയാണ്. തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് പ്രകൃതിയുമായി സംവദിക്കാൻ ഇതിലും മികച്ച ഒരിടമില്ല. അവന്തിപ്പൂരിലെ ശിലാചിത്രങ്ങളിൽ നിന്ന് പഹൽഗാമിലെ ഹിമശൃംഗങ്ങളിലേക്കുള്ള ഈ യാത്ര മനുഷ്യൻ്റെ കരവിരുതും പ്രകൃതിയുടെ മാന്ത്രികതയും തമ്മിലുള്ള ഒരു സമാഗമമാണ്. കാശ്മീർ എന്നാൽ വെറുമൊരു സ്ഥലമല്ല, മറിച്ച് ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള ഒട്ടനവധി ഓർമ്മകളുടെ സമാഹാരമാണ് എന്ന് ഈ യാത്ര നമ്മെ പഠിപ്പിക്കുന്നു. പഹൽഗാം യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് നുവൻസ്. അമർനാഥ് യാത്രയുടെ പ്രധാന ഇടത്താവളങ്ങളിൽ ഒന്നായ ഇവിടെയുള്ള താമസം ഒരു സഞ്ചാരിക്ക് നൽകുന്ന അനുഭവങ്ങൾ വളരെ വിശേഷമാണ്. നുൻവാൻ ക്യാമ്പിനെ കുറിച്ചുള്ള ഒരു വിവരണം തന്നെ നമുക്ക് ഒത്തിരിയേറെ അനുഭൂതി നൽകുന്ന ഒന്നാണ്. പഹൽഗാമിന് തൊട്ടടുത്തായി ലിഡർ നദിയുടെ തീരത്താണ് ഈ ബേസ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഒരു വശത്ത് കുതിച്ചൊഴുകുന്ന ലിഡർ നദിയുടെ ശബ്ദവും മറുവശത്ത് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന പൈൻ മരങ്ങളും മഞ്ഞുമലകളും ഈ ക്യാമ്പിനെ അതിമനോഹരമാക്കുന്നു. ഓരോ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് അമർനാഥ് ഗുഹയിലേക്കുള്ള യാത്ര തുടങ്ങാൻ ഇവിടെ എത്തിച്ചേരുന്നത്. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും ഭാഷകളും ഒത്തുചേരുന്ന ഒരു മിനി ഇന്ത്യയായി ഈ ക്യാമ്പ് മാറാറുണ്ട്. കുന്നിൻ ചെരുവുകളിൽ നിരനിരയായി ഒരുക്കിയ കൂടാരങ്ങളിൽ തങ്ങുന്നത് സാഹസികമായ ഒരു അനുഭവമാണ്. രാത്രിയിലെ തണുപ്പും ആ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകളും മറക്കാനാവാത്ത ഓർമ്മകളാണ് ഓരോ അമർനാഥ് യാത്രികനും നൽകുന്നത്. ക്യാമ്പിന് തൊട്ടരികിലൂടെ ഒഴുകുന്ന നദിയിലെ തണുത്ത വെള്ളവും കാറ്റും മനസ്സിനെ ശാന്തമാക്കുന്നു. പ്രകൃതിയുമായി ഇത്ര അടുത്തായി സമയം ചിലവഴിക്കാൻ കഴിയുന്ന മറ്റൊരു സ്ഥലം കാശ്മീരിൽ വളരെ കുറവാണ്. ബേസ് ക്യാമ്പ് എന്ന നിലയിൽ സൈന്യത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും കനത്ത സുരക്ഷയിലാണ് ഈ പ്രദേശം. താൽക്കാലികമായി ഒരുക്കുന്ന ഭക്ഷണശാലകളും മെഡിക്കൽ സൗകര്യങ്ങളും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. നുൻവാൻ ക്യാമ്പിലെ ഒരു രാത്രി എന്നത് ലളിതമായ ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കി തരുന്ന ഒന്നുകൂടിയാണ്. ആധുനിക സൗകര്യങ്ങളില്ലെങ്കിലും പ്രകൃതിയുടെ മടിത്തട്ടിൽ തങ്ങുമ്പോൾ ലഭിക്കുന്ന സന്തോഷം വലുതാണ്.
രാവിലെ ഉണരുമ്പോൾ കാണുന്ന മഞ്ഞു മൂടിയ പർവ്വത ശിഖരങ്ങൾ ഏതൊരു മനുഷ്യനെയും വിനയാന്വിതനാക്കും. നുൻവാൻ എന്നത് കേവലം ഒരു താവളമല്ല, അത് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ അമർനാഥ് യാത്രയായാലും പ്രകൃതി ദർശനമായാലും ഒരു നിശബ്ദമായ കാത്തിരിപ്പാണ്. കാശ്മീരിൻ്റെ ഹൃദയമിടിപ്പ് അറിഞ്ഞ് ഒരു രാത്രി അവിടെ കഴിയുക എന്നത് ഓരോ സഞ്ചാരിയുടെയും സ്വപ്നം കൂടിയാണ്. നുൻവാൻ ബേസ് ക്യാമ്പിൽ നിന്ന് പഹൽഗാം ടൗണിലേക്കോ അല്ലെങ്കിൽ പഹൽഗാമിലെ മറ്റ് മനോഹരമായ താഴ്വരയിലേക്കോ ഉള്ള യാത്ര വളരെ ഹ്രസ്വമാണെങ്കിലും പ്രകൃതി ഭംഗിയിൽ അതിസമ്പന്നമാണ്. നുൻവാനിലെ താൽക്കാലിക കൂടാരങ്ങളിൽ നിന്ന് പഹൽഗാമിൻ്റെ ഹൃദയഭാഗത്തേക്ക് നീങ്ങുമ്പോൾ കാഴ്ചകൾ മാറുകയാണ്. പർവ്വതങ്ങളുടെയും നദിയുടെയും പശ്ചാത്തലത്തിൽ ഈ പാത ഒരു സ്വപ്നയാത്ര പോലെ നമുക്ക് തോന്നും. നുൻവാനിൽ നിന്ന് പഹൽഗാമിലേക്കുള്ള യാത്രയിലുടനീളം ലീഡർ നദി നമ്മെ അനുഗമിക്കും. നദിയിലെ പാറക്കൂട്ടങ്ങളിൽ തട്ടിത്തെറിക്കുന്ന വെളുത്ത നുരകളും അതിൽ പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശവും അതിമനോഹരമായ കാഴ്ചയാണ്. റോഡിന് ഇരുവശവും ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന പൈൻ, ദേവദാരു മരങ്ങൾ കാശ്മീരിൻ്റെ തനതായ സൗന്ദര്യം വിളിച്ചോതുന്നു. കാറ്റിൽ പൈൻ മരങ്ങൾ ഉലയുന്ന ശബ്ദം ഒരു സ്വാഭാവിക സംഗീതം പോലെ അനുഭവപ്പെടും. വഴിമധ്യേ ആടുകളെ മേയ്ക്കുന്ന നാടോടികളെയും അവരുടെ ജീവിത രീതികളും കാണാൻ നമുക്ക് സാധിക്കും. പഹൽഗാം എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ആട്ടിടയന്മാരുടെ ഗ്രാമം എന്നാണ്. നുൻവാനിലെ തിരക്കുകളിൽ നിന്ന് പഹൽഗാം ടൗണിലെത്തുമ്പോൾ കാണുന്ന പച്ചപ്പും ദൂരെയുള്ള മഞ്ഞുമൂടിയ മലനിരകളും മനസ്സിന് വല്ലാത്തൊരു കുളിർമ നൽകുന്നു. നുൻവാനിൽ നിന്ന് പഹൽഗാമിലേക്കുള്ള ദൂരം കുറവാണെങ്കിലും ആ യാത്ര നമുക്ക് നൽകുന്ന സമാധാനം വളരെ വലുതാണ്. ഹിമാലയൻ പർവ്വതനിരകളുടെ ഗാംഭീര്യവും ലീഡർ നദിയുടെ വശ്യതയും ഒത്തുചേരുന്ന ഈ പാതയിലുടനീളം ഉള്ള ഓരോ നിമിഷവും ക്യാമറയിൽ പകർത്തുന്നതിനേക്കാൾ ഉപരിയായി ഹൃദയത്തിൽ സൂക്ഷിക്കാൻ തോന്നുന്ന ഒന്നുകൂടിയാണ്. നുൻവാനിൻ്റെ ശാന്തതയിൽ നിന്ന് പഹൽഗാമിൻ്റെ വശ്യതയിലേക്കുള്ള ഈ യാത്ര തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് പ്രകൃതിയുടെ ലാളിത്യത്തിലേക്കുള്ള ഒരു മടക്കയാത്രയാണ്. ഇവിടെ കാറ്റും നദിയും പർവ്വതങ്ങളും നമ്മോട് സംസാരിക്കുന്നത് പ്രണയത്തെക്കുറിച്ചും ശാന്തതയെക്കുറിച്ചും മാത്രമായിരിക്കും. ഇങ്ങനെ പ്രകൃതിയുടെ സൗന്ദര്യം അറിഞ്ഞുകൊണ്ടും പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടും പ്രകൃതിയുടെ രമണീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ടും നാം ബസ്സിലിരുന്ന് മുന്നേറുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കാശ്മീരിൻ്റെ അതിമനോഹരമായ സൗന്ദര്യമാണ് കടന്നു വരുന്നത്. കാശ്മീരിലെ ഓരോ കാഴ്ചയും അതിമനോഹരമാണ്. ഒന്നിനൊന്നിന് മെച്ചം എന്ന് പറയാതെ നിവൃത്തിയില്ല. ലീഡർ നദി കാശ്മീരിൻ്റെ ഹൃദയമിടിപ്പാണ്. പഹൽഗാമിൻ്റെ സൗന്ദര്യത്തെ പൂർണ്ണമാക്കുന്നത് ഹിമാലയൻ മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന ഈ തിളനീർ പ്രവാഹമാണ്. ലീഡർ നദിയെക്കുറിച്ചുള്ള ഒരു ആത്മകഥമോ ചിന്തയോ നമ്മെ ഏറെ കോരിത്തരിപ്പിക്കുന്നതാണ്. ഹിമാലയത്തിലെ കൊലഹോയ് ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലീഡർ നദി ശാന്തതയുടെയും ശക്തിയുടെയും പ്രതീകം കൂടിയാണ്. കാശ്മീരിലെ ലീഡർ താഴ്വരയിലൂടെ ഒഴുകുന്ന ഈ നദി ഓരോ സഞ്ചാരിക്കും നൽകുന്നത് വാക്കുകൾക്ക് അതീതമായ ഒരു അനുഭൂതിയാണ്. ഐസ് ഉരുകി വരുന്ന വെള്ളമായതിനാൽ ലീഡർ നദിയിലെ വെള്ളം എപ്പോഴും സ്ഫടികം പോലെ തെളിഞ്ഞതും കൊടും തണുപ്പുള്ളതുമാണ്. നദിക്കടിയിലെ ഓരോ കല്ലുകളും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. പാറക്കൂട്ടങ്ങളിൽ തട്ടി നുരഞ്ഞ് പായുന്ന ലീഡർ നദി ഉണ്ടാക്കുന്ന ശബ്ദം ഒരു മന്ത്രം പോലെയാണ്. പഹൽഗാമിലെ രാത്രികളിൽ ഈ നദിയുടെ മർമ്മരം കേട്ടുറങ്ങുന്നത് ഓരോ സഞ്ചാരിയുടെയും പ്രിയപ്പെട്ട ഒരു അനുഭവവും അനുഭൂതിയുമാണ്. കാശ്മീരിലെ കൃഷിഭൂമികൾക്കും വന്യജീവികൾക്കും ജീവൻ പകരുന്നത് ഈ നദിയാണ്. കൂടാതെ ലോകപ്രശസ്തമായ ബ്രൗൺ ട്രൗട്ട് മത്സ്യങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ നദി. ശാന്തമായി ഒഴുകുന്ന ഇടങ്ങൾ പോലെ തന്നെ ആവേശം പകരുന്ന റാഫ്റ്റിങ്ങിനും ലീഡർ നദി പേരുകേട്ടതാണ്. ലീഡർ നദിക്കരയിൽ അല്പനേരം ഇരിക്കുന്നത് ജീവിതത്തെ എല്ലാ തിരക്കുകളെയും മറക്കാൻ സഹായിക്കും.
ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് മാത്രം: തടസ്സങ്ങൾ എന്തുതന്നെയായാലും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. പൈൻ മരങ്ങൾക്കിടയിലൂടെ പർവ്വതങ്ങളുടെ കാവലിൽ ലീഡർ നദി ഒഴുകുന്നത് കാണുമ്പോൾ പ്രകൃതിയുടെ അനന്തമായ കരുണയെ നാം തൊട്ടറിയുകയാണ്. ലീഡർ ഒരു വെറും നദിയല്ല, അത് പഹൽഗാമിൻ്റെ ആത്മാവാണ്. കാലമെത്ര കഴിഞ്ഞാലും മാറ്റമില്ലാതെ സ്ഫടികശുദ്ധിയോടെ ഒഴുകുന്ന ആ തെളിനീർ പ്രവാഹം കാശ്മീരിൻ്റെ വിശുദ്ധിയെ ഓരോ നിമിഷവും ഓർമ്മിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. കാശ്മീരിൻ്റെ, പ്രത്യേകിച്ച് പഹൽഗാം മേഖലയുടെ സാമ്പത്തികവും പാരിസ്ഥിതികവും സാംസ്കാരികവുമായ വളർച്ചയിൽ ലീഡർ നദി വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ്. കാശ്മീർ താഴ്വരയുടെ ജീവനാഡി എന്ന ഈ നദിയെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ലീഡർ നദി കാശ്മീരിന് നൽകുന്ന പ്രധാന സംഭാവനകൾ ഒത്തിരിയേറെയുണ്ട്. കാശ്മീരിലെ കൃഷിഭൂമികളെ ഫലഭൂയിഷ്ഠമാക്കുന്നത് ലീഡർ നദി വഹിക്കുന്ന പങ്ക്. ജില്ലയിലെ വിശാലമായ പാടശേഖരങ്ങളിലേക്ക് ആവശ്യമായ ജലം എത്തിക്കുന്നത് ഈ നദിയാണ്. ലോകപ്രശസ്തമായ കാശ്മീരി കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്ന പാംപൂർ പോലുള്ള മേഖലകളിലെ ഭൂഗർഭ ജലനിരപ്പ് നിലനിർത്താൻ ലീഡർ നദി സഹായിക്കുന്നു. കാശ്മീരിലെ ടൂറിസം ഭൂപടത്തിൽ പഹൽഗാമിനെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നത് ലീഡർ നദിയാണ്. റിവർ റാഫ്റ്റിംഗ്, കയാക്കിംഗ് എന്നിവയ്ക്ക് അനുയോജ്യമായ ഒഴുക്ക് ഈ നദി വാഗ്ദാനം ചെയ്യുന്നു. ഇത് വിദേശ സഞ്ചാരികളെ പോലും ഇവിടേക്ക് ആകർഷിക്കുന്ന ഒന്നാണ്. നദിക്കരയിലുള്ള ഹോട്ടലുകളും പാർക്കുകളും സഞ്ചാരികൾക്ക് സമാധാനപരമായ അന്തരീക്ഷം ഒരുക്കി നൽകുന്നു. ഇത് കാശ്മീരിലെ ടൂറിസം വരുമാനം വർദ്ധിപ്പിക്കാൻ ഏറെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. ലീഡർ നദി ലോകപ്രശസ്തമായ ബ്രൗൺ ട്രൗട്ട് മത്സ്യങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. ആംഗ്ലിംഗ് അഥവാ ചൂണ്ടയിടൽ വിനോദത്തിനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്താറുണ്ട്. ഇത് പ്രാദേശിക ജനതയ്ക്ക് വലിയൊരു വരുമാന മാർഗം കൂടി നൽകുന്നുണ്ട്. നദിയുടെ കുതിച്ചൊഴുകുന്ന വേഗത ഉപയോഗപ്പെടുത്തി ചെറിയ തോതിലുള്ള ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ഇവിടെ. ഇത് കാശ്മീരിലെ മലയോര ഗ്രാമങ്ങളിലെ വൈദ്യുതി ദൗർലഭ്യം പരിഹരിക്കാൻ ഏറെ സഹായിക്കുന്നു. അനന്ത്നാഗ് ജില്ലയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് ആളുകളുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് ഈ ലീഡർ നദി. ഹിമാലയൻ ഗ്ലേഷ്യറുകളിൽ നിന്ന് വരുന്നതിനാൽ ഈ ജലം അതീവ ശുദ്ധവും ധാതുസമ്പന്നവുമാണ്. ലീഡർ താഴ്വരയിലെ വനങ്ങളും വന്യജീവി സമ്പത്തും നിലനിൽക്കുന്നത് ഈ നദി മൂലമാണ്. അത്യപൂർവമായ സസ്യലതാദികളും പൈൻ കാടുകളും ആവശ്യമായ ഈർപ്പം ഈ നദിയാണ് പ്രദാനം ചെയ്യുന്നത്. കാശ്മീരിൻ്റെ പ്രകൃതി ഭംഗിക്ക് നിറം കവരുക മാത്രമല്ല, ആ നാട്ടിലെ ജനങ്ങളുടെ വിശപ്പടക്കാനും ഉപജീവനത്തിനും ലീഡർ നദി കാരണമാകുന്നു. ലീഡർ നദിയില്ലാത്ത ഒരു പഹൽഗാമോ കാശ്മീരോ സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ്. അത്രയേറെ പ്രാധാന്യമുണ്ട് ഈ നദിക്ക്. കാശ്മീരിൻ്റെ സമൃദ്ധിയും ശാന്തിയും ഈ നദിയിലെ ഓരോ തുള്ളി വെള്ളത്തിലും അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നതാണ് സത്യം. പഹൽഗാമിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് അരുവാലി. ഈ അരുവാലിയിലേക്കാണ് ഇന്ന് നാം ആദ്യമായി യാത്ര തിരിക്കുന്നത്. കാശ്മീരിലെ ഏറ്റവും ശാന്തവും പ്രകൃതി രമണീയവുമായ ഇടങ്ങളിൽ ഒന്നുകൂടിയാണിത്. മഞ്ഞു മൂടിയ പർവ്വത ശിഖരങ്ങളും പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും പൈൻ മരങ്ങളും ചേർന്നതാണ് അരുവാലി. ലീഡർ നദിയുടെ പോഷക നദിയായ അരു നദി ഈ താഴ്വരയിലൂടെ ഒഴുകുന്നു. ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷം സഞ്ചാരികൾക്ക് വലിയൊരു ആശ്വാസമാണ്. അരു നദിയുടെ പേരിൽ നിന്നാണ് അരുവാലി എന്ന പേര് ഈ സ്ഥലത്തിന് ലഭിക്കുന്നത്. അനേകം ട്രെക്കിംഗ് പാതകളുടെ തുടക്കം ഇവിടെ നിന്നാണ്. കാശ്മീരിലെ ഏറ്റവും വലിയ ഗ്ലേഷ്യറുകളിൽ ഒന്നായ ഇവിടേക്കുള്ള ട്രെക്കിംഗ് ആരംഭിക്കുന്നത് ഈ അരുവാലിയിൽ നിന്നാണ്. പ്രശസ്തമായ മർസർ തടാകങ്ങൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്.
താഴ്വരയിലെ പുൽമേടുകളിലൂടെയും കാടുകളുടെയും കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നത് സഞ്ചാരികളുടെ ഒരു പ്രധാന വിനോദമാണ്. പ്രകൃതിദത്തമായ ലാൻഡ്സ്കേപ്പുകൾ ഉള്ളതിനാൽ ഫോട്ടോഗ്രാഫറുടെ പർദീസയാണ് ഈ സ്ഥലം. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിന് താഴെ ടെൻറ്റുകളിൽ താമസിക്കാൻ അനുയോജ്യമായ ഒരിടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ക്യാമ്പിങ്ങിനും ഒത്തിരിയേറെ പേര് കേട്ട സ്ഥലം കൂടിയാണിത്. ബോളിവുഡ് ഉൾപ്പെടെയുള്ള നിരവധി ഇന്ത്യൻ സിനിമകൾക്ക് അരുവാലി വേദിയായിട്ടുണ്ട്. ഇവിടുത്തെ മനോഹരമായ ലൊക്കേഷനുകൾ സിനിമകളിൽ കാശ്മീരിൻ്റെ വശ്യത പ്രകടമാക്കാൻ ഉപയോഗിക്കാറുണ്ട് സിനിമാ മേഖലയിലുള്ളവർ. അരുവാലി എന്നാൽ പ്രകൃതിയുടെ നിശബ്ദമായ സംഗീതമാണ്. പഹൽഗാമിലെ തിരക്കുകളിൽ നിന്ന് മാറി ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ അല്പനേരം ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലും മികച്ചൊരു സ്ഥലമില്ല. വായുവിൽ പൈൻ മരങ്ങളുടെ ഗന്ധവും കണ്ണിന് കുളിർമയേകുന്ന പച്ചപ്പും ഇവിടെ ഓരോ യാത്രികനെയും കാത്തിരിക്കുന്നുണ്ട്. അരുവാലി വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, മറിച്ച് പ്രകൃതി തന്നെ ക്യാൻവാസിൽ വരച്ച ഏറ്റവും മനോഹരമായ ചിത്രമാണ്. ഇവിടെ ഓരോ നിമിഷവും നമ്മെ പ്രകൃതിയോട് കൂടുതൽ അടുപ്പിക്കുന്നു. പ്രകൃതിയെ അടുത്തറിയാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കൂടിയാണ് അരുവാലി. ഇങ്ങനെ ഈ മനോഹരമായ അരുവാലിയിലേക്കാണ് നാം ഇന്ന് നമ്മുടെ പഹൽഗാം യാത്രയുടെ ആദ്യ പകുതിയിൽ എത്തിച്ചേരാനിരിക്കുന്നത്. യാത്രയിൽ നാം മറ്റനേകം സ്ഥലങ്ങൾ കണ്ടിരുന്നുവെങ്കിലും അവയിൽ നിന്നൊക്കെ വേറിട്ട ഒരു അരുവാലി യാത്ര. പഹൽഗാം എന്ന വിസ്മയത്തിൻ്റെ മറ്റൊരു വശം കൂടിയാണ് ഈ അരുവാലിയിലേക്കുള്ള യാത്ര. അരുവാലി അതിൻ്റെ വശ്യ സൗന്ദര്യം കൊണ്ട് ബോളിവുഡ് സിനിമാക്കാരുടെ ഒരു പ്രിയപ്പെട്ട ലൊക്കേഷനാണ്. കാശ്മീരിലെ മനോഹരമായ പ്രണയരംഗങ്ങളും ഗാനങ്ങളും ചിത്രീകരിക്കാൻ പണ്ടു മുതലേ അരുവാലി ഉപയോഗിച്ചു വരുന്നു. 1960 മുതൽ 70 കാലഘട്ടത്തിലെ പഴയ ബോളിവുഡ് സിനിമകൾ മുതൽ പുതിയ സിനിമകൾ വരെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. സണ്ണി ഡിയോളും അമൃത് സിംഗും അരങ്ങേറ്റം കുറിച്ച ഈ സിനിമ പഹൽഗാം മേഖലയിലാണ് പ്രധാനമായും ചിത്രീകരിച്ചത്. ആ സിനിമയുടെ പേരാണ് ബേതാബ്. ഈ സിനിമയുടെ പേരിൽ നിന്നാണ് അരുവാലിക്കടുത്തുള്ള മറ്റൊരു വാലിക്ക് ബേതാബ് വാലി എന്ന പേര് പോലും വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ വൻ വിജയത്തിന് ശേഷം ഇവിടുത്തെ താഴ്വര ബേതാബ് വാലി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അരുവാലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഈ സിനിമയിൽ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. ആഷിദ് കപൂർ നായകനായ ഈ സിനിമയിലെ പല പ്രധാന രംഗങ്ങളും അരുവാലിയിലെ പർവ്വതനിരകളുടെ പശ്ചാത്തലത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആലിയ ഭട്ട് പ്രധാന വേഷത്തിൽ എത്തിയ ഈ സിനിമയിൽ നായികയുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന സുപ്രധാനമായ രംഗങ്ങൾ അരുവാലിയിലെ പ്രകൃതിദത്ത പാതകളിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സൽമാൻ ഖാൻ നായകനായ ഈ സിനിമയിലെ പല മനോഹരമായ സീനുകളും അരുവാലിയുടെയും പഹൽഗാമിൻ്റെയും ഭംഗി വിളിച്ചോതുന്നതാണ്. പ്രത്യേക സെറ്റുകൾ ഇടാതെ തന്നെ മനോഹരമായ ദൃശ്യങ്ങൾ നൽകാൻ ഇവിടുത്തെ പൈൻ കാടുകൾക്കും മഞ്ഞുമലകൾക്കും സാധിക്കുന്നു എന്നതാണ് ഈ സ്ഥലത്തെ ഏറ്റവും മനോഹരമാക്കുന്നത്. മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് ഇവിടെ തിരക്ക് കുറവായതിനാൽ ചിത്രീകരണം കൂടുതൽ എളുപ്പമാക്കുന്നു എന്നതാണ് ഇതിൻ്റെ വൈശിഷ്ട്യവും. ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യമായ തെളിഞ്ഞ വെളിച്ചം ഈ താഴ്വരയുടെ മാത്രം പ്രത്യേകതയാണ്. സിനിമാ ചിത്രീകരണങ്ങൾ അരുവാലിയിലെ പ്രാദേശിക ജനതയ്ക്ക് വലിയൊരു വരുമാന മാർഗം കൂടി നൽകുന്നുണ്ട്. ഷൂട്ടിങ്ങിന് ആവശ്യമായ കുതിരകൾ, സഹായികൾ, താമസ സൗകര്യം എന്നിവയിലൂടെ ഇവിടുത്തെ ഗ്രാമവാസികൾക്ക് ജോലി ലഭിക്കുക കൂടി ചെയ്യുന്നുണ്ട്. നമ്മൾ വെള്ളിത്തിരയിൽ കണ്ട കാശ്മീർ പ്രണയങ്ങൾക്കും പാട്ടുകൾക്കും പിന്നിൽ അരുവാലിയുടെ നിശബ്ദമായ സാന്നിധ്യമുണ്ട്. സിനിമയിൽ കാണുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് മനോഹരമാണ് നേരിട്ട് അരുവാലിയെ അനുഭവിക്കുന്നത്. സിനിമകൾ നമുക്ക് കാശ്മീരിനെ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അരുവാലി കാശ്മീരിനെ നമുക്ക് അനുഭവിച്ചു തരുന്നു. ക്യാമറ കണ്ണുകൾ കുപ്പിയെടുക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇവിടുത്തെ യഥാർത്ഥ ഭംഗി എന്നത് നാം ഇവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ മാത്രമേ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കൂ. അങ്ങനെ നാം ഇപ്പോൾ
അരുവാലിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് നാം ഓരോരുത്തരുടെയും യാത്രയുടെ ഉദ്ദേശവും ലക്ഷ്യവും.